ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമ്മൾ മലയാളികൾക്കിടയിൽ വൃക്കരോഗം ബാധിച്ചവർ ക്രമേണ വർദ്ധിച്ചു വരികയാണ്. വൃക്കരോഗം ചെറിയ തോതിലുണ്ടെങ്കിലും ഇത് ക്രമേണ വർദ്ധിച്ച് ഒടുവിൽ ഡയാലിസിസിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അയ്യോ അയാളും വൃക്കരോഗിയായി മാറിക്കഴിഞ്ഞല്ലോ എന്ന് പലരും തിരിച്ചറിയുന്നത്. നമ്മുടെ സമൂഹത്തിൽ വൃക്കരോഗ സാധ്യതയുള്ള വൃക്കരോഗമുള്ള ഒരുപാട് പേര് ഇത് തിരിച്ചറിയപ്പെടാതെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മലയാളികൾക്കിടയിൽ ഏകദേശം 30% പേര് ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവരാണ്. 35ഓളം ശതമാനം ആൾക്കാർ പ്രമേഹ രോഗമുള്ളവരാണ്. 50% ആൾക്കാർ അമിത വണ്ണമുള്ളവരാണ്. ഇത്തരക്കാർക്ക് ഈ വൃക്കരോഗം പിടിപെടാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇതുകൂടാതെയാണ് പാരമ്പര്യത്തിൽ വൃക്കരോഗത്തിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ഈ ഒരു സാധ്യതയും ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിലെ കൂണുകൾ പോലെ ഈ ഡയാലിസിസ് കേന്ദ്രങ്ങൾ കൂടുന്നു എന്നല്ലാതെ വൃക്കരോഗികളുടെ എണ്ണം നമുക്ക് ഇത്രയും അവയർനെസ് ഉണ്ടെങ്കിലും കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വൃക്കരോഗ സാധ്യതയുള്ളവരെ ഇതെങ്ങനെ നമുക്ക് തുടക്കത്തിൽ തിരിച്ചറിയാമെന്നും ഇവരുടെ ഭക്ഷണത്തിൽ അവരെന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്നും ഞാൻ വിശദീകരിക്കാം. ഞാനിവിടെ പറയാൻ പോകുന്ന ഭക്ഷണക്രമം എന്ന് പറയുന്നത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എടുക്കാനുള്ളതല്ല. അവർ എപ്പോഴും അവരുടെ ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് വേണം ഭക്ഷണത്തിൽ മാറ്റം വരുത്താൻ. അതല്ലാതെ വൃക്കരോഗ സാധ്യതയുള്ളവർ, ഇപ്പോൾ നമ്മൾ രക്തം പരിശോധിക്കുമ്പോൾ ക്രിയാറ്റിൻ ഒരു അല്പം കൂടിയിട്ടുണ്ട്, 1.5 മുകളിലാണ്, നിങ്ങൾക്ക് വളരെ ഉയർന്ന രക്തസമ്മർദ്ദം കൺട്രോൾ അല്ലാതെ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി ഈ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തിയാൽ നമുക്ക് വൃക്കകൾ കേടുവരുന്നതിനെ ഒരു ഗണ്യമായ തോതിൽ നമുക്ക് ചെറുക്കാൻ സാധിക്കും. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു സമീകൃത ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ 50% കാർബോഹൈഡ്രേറ്റ്സ്, 30% പ്രോട്ടീന്, 20% കൊഴുപ്പ്, ഇങ്ങനെയൊരായിരുന്നു നമ്മുടെ സമീകൃത ആഹാരം പറഞ്ഞിരുന്നത്. എന്നാൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഗണ്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. പല വിധത്തിലുള്ള ചൈനീസ് ഡിഷുകൾ, അറബിക് ഡിഷുകൾ എല്ലാം തന്നെ നമ്മളെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി. കുറച്ചു കാലം മുമ്പ് വരെ രാത്രി ലഘുഭക്ഷണം എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? രാത്രിയാണ് ഒരു ദിവസത്തെ ഭക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ ലോഡ് അകത്താക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഹോട്ടലുകൾ തുറക്കുന്ന സമയം, തട്ടുകടകൾ, ഇതെല്ലാം പ്രവർത്തിക്കുന്ന രീതി കണ്ടാൽ തന്നെ അറിയാം. വളരെ ലേറ്റായിട്ട് പോലും പല ഹോട്ടലുകളിലും പോയി ഭക്ഷണം വാങ്ങിച്ച് എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം വയറു നിറയെ കഴിച്ച് കിടന്നുറങ്ങുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ഒരു അല്പം റെസ്റ്റ് ലഭിക്കുന്നതിന് പകരം ഇവ പൂർണ്ണമായും പ്രവർത്തിക്കേണ്ടി രാത്രി മൊത്തം പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തുകയുണ്ടായി. ഇതെല്ലാം തന്നെ നമ്മുടെ വൃക്കകൾക്ക് ഒരുപാട് ലോഡ് വല്ലാണ്ട് വർദ്ധിപ്പിക്കും. ഇതോടൊപ്പമാണ് അമിതവണ്ണവും രക്തത്തിലുള്ള ഉയർന്ന യൂറിക് ആസിഡ് ലെവലും ഈ പ്രമേഹ രോഗവും കൂടാതെ ഉയർന്ന രക്തസമ്മർദ്ദവും എല്ലാം കൺട്രോൾ ഇല്ലാതെ നിൽക്കുന്നത്. ഇത് ക്രമേണ ഒരാളെ വൃക്കരോഗിയാക്കി മാറ്റുന്നു. വൃക്കരോഗം തുടങ്ങുന്നത് പലപ്പോഴും പലരും തിരിച്ചറിയാറില്ല. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി രക്തപരിശോധന നടത്തുമ്പോഴോ സ്കാൻ ചെയ്യുമ്പോഴൊക്കെയാണ് വൃക്കകളുടെ പ്രവർത്തനം മോശമാകുന്നു എന്ന് തിരിച്ചറിയുന്നത്. വൃക്കകളുടെ പ്രശ്നം തുടക്കത്തിലേ ഉണ്ടാകുന്ന വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിശപ്പ് ക്രമേണ കുറഞ്ഞു വരിക. നമുക്ക് ഭക്ഷണം കാണുമ്പോൾ കഴിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാകത്തില്ല. ഭക്ഷണത്തിന് നമുക്ക് രുചി ഫീൽ ചെയ്യത്തില്ല. പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ പല്ല് തേക്കുമ്പോഴെല്ലാം വരുന്ന ഓർക്കാനം, ഛർദിൽ എന്നിവ സാധാരണ നമുക്ക് ഇത്തരത്തിൽ രാവിലെ ഉണ്ടാകുന്ന ഒരു ഓർക്കാനവും ഛർദിലും എല്ലാം നമ്മൾ അസിഡിറ്റി ആയിട്ടേ സംശയിക്കുന്നുള്ളൂ. ഒരിക്കലും ഇത് വൃക്കരോഗത്തിൻ്റെ സാധ്യതയാണെന്ന് സംശയിക്കത്തില്ല. ഈ പറഞ്ഞ ലക്ഷണത്തോടൊപ്പം ക്രമേണ ക്ഷീണം വന്നു തുടങ്ങുന്നു. നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ഉന്മേഷമില്ലായ്മ. നമ്മൾ രക്തം പരിശോധിക്കുന്ന സമയത്ത് ഹീമോഗ്ലോബിൻ്റെ അളവ്, രക്തത്തിലുള്ള നമ്മുടെ ഓക്സിജൻ വഹിച്ചുകൊണ്ട് പോകുന്ന ഹീമോഗ്ലോബിനാണ്, ഹീമോഗ്ലോബിൻ്റെ അളവ് ക്രമേണ കുറഞ്ഞു വരുന്നു. ഇത് നമുക്ക് വൃക്കരോഗത്തിൻ്റെ സാധ്യതയാണോ എന്ന് സംശയിക്കുക. ഇതോടൊപ്പം നമ്മൾ നടക്കുമ്പോൾ വരുന്ന കിതപ്പ്, നെഞ്ചെടുപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ, ക്രമേണ നമുക്ക് കാലുകളിൽ ചെറിയ നീര് വരും. നമ്മൾ കാലുകൾ പ്രസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കാലിൻ്റെ മടക്കുകളിൽ ആംഗിൾ ജോയിൻറ്റിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നീര് വരുന്ന ഒരവസ്ഥ, കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ഇരു കാലുകളിലും നീര് വരുന്നു. ഇത് പിറ്റിംഗ് എഡിമ എന്ന് പറയും. കൂടാതെ നമുക്ക് മുഖത്ത് ചെറിയൊരു നീർക്കോള്, പ്രത്യേകിച്ച് കണ്ണിൻ്റെ താഴ്വശങ്ങളിൽ നീര് കെട്ടി വരുന്ന ഒരവസ്ഥ, ഇത്രയും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വൃക്കരോഗമുണ്ടോ എന്ന്, ഇതിൻ്റെ പ്രാരംഭമാണോ എന്ന് സംശയിക്കുക. ഇതോടൊപ്പം നമുക്ക് അടിവയറിനൊരു ഭാരം, നടുഭാഗത്ത് വരുന്ന വേദന ഇല്ലെങ്കിൽ നടുകഴപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ, ഉറക്കക്കുറവ്, ക്രമേണ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ടോൺ, സ്കിന്നിന് നമുക്ക് ഒരു ഡ്രൈ സ്കിൻ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുക, പ്രത്യേകിച്ച് കാലുകൾക്ക് ഒരു ഡ്രൈനെസ് വരിക, കാലുകൾക്ക് അമിതമായിട്ട് ചൊറിച്ചിൽ, കറുപ്പ് നിറം കാണുക, ഇങ്ങനെ ക്രമേണ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു നോർമൽ ടോൺ തന്നെ മാറിപ്പോകുന്ന രീതിയിൽ
വൃക്കരോഗത്തിൽ ലക്ഷണങ്ങൾ കൂടിക്കൂടി വരുന്നത് കാണാം. നിങ്ങൾക്കറിയാം, നമ്മുടെ രക്തത്തിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് കംപ്ലീറ്റ് അരിച്ചു കളയുന്നത് വൃക്കകളാണ്. എങ്കിൽ പോലും വൃക്കകളുടെ പ്രവർത്തനം വളരെയധികം താളം തെറ്റുന്നത് വരെ ഒരിക്കലും മൂത്രം പുറത്തേക്ക് പോകുന്നതിൻ്റെ അളവിന് ഗണ്യമായിട്ടുള്ള കുറവ് വരാറില്ല. സാധാരണഗതിയിൽ പോലെ മൂത്രം പോയിന്ന് വരാം. പക്ഷേ മൂത്രത്തിൽ അതിൻ്റെ ടോണിന് വ്യത്യാസം വരാം. പലപ്പോഴും ഒരു കലക്കലുള്ള മൂത്രം കാണുക, മൂത്രം കൂടുതൽ ഗാഢത ഉണ്ടാകുക, മൂത്രത്തിൽ പത കൂടുതലായിട്ട് കാണുക, ഈ ലക്ഷണങ്ങൾ പലപ്പോഴും വൃക്കരോഗത്തിൻ്റെ തുടക്കമുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്ന ലക്ഷണങ്ങളാണ്. നിങ്ങൾക്ക് സാധാരണഗതിയിൽ വൃക്കരോഗം നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് പ്രോഡക്റ്റുകൾ അരിക്കുന്നു എന്നാണ് അറിയുന്നതെങ്കിലും നമ്മുടെ ശരീരത്തിലെ പലവിധ പ്രധാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വൃക്കകൾക്ക് പങ്കുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്തുന്നു, നമ്മുടെ രക്തത്തിലെ സോഡിയം പൊട്ടാസ്യം പോലുള്ള ലവണങ്ങൾ കൃത്യമാക്കി നിർത്തുന്നു, കാൽഷ്യം ഫോസ്ഫറസ് പോലുള്ളവ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ കൃത്യമായിട്ട് നിലനിർത്തുന്നതിന്, വൈറ്റമിൻ ഡി പ്രോപ്പറായിട്ട് നിലനിർത്തുന്നതിന്, ശരീരത്തിലെ പല ഹോർമോണുകൾ പ്രവർത്തിക്കുന്നതിനെല്ലാം വൃക്കകളാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് വൃക്കരോഗമുണ്ടെങ്കിൽ ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റിയെന്ന് വരാം. അതായത് വൃക്കരോഗ സാധ്യതയുള്ളവർക്ക് അവരുടെ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ വലിയ പാടായിരിക്കും. എപ്പോഴും രക്തസമ്മർദ്ദം ഉയർന്നു നിന്നു എന്ന് വരാം. ഇവർക്ക് വല്ലാണ്ട് കിതപ്പ്, അമിതമായിട്ടുള്ള ഒരു വിമ്മിഷ്ടം, ബുദ്ധിമുട്ട് ഇതെല്ലാം അനുഭവപ്പെട്ടു എന്ന് വരാം. ഇങ്ങനെ ക്രമേണ ഒരാൾ വൃക്കരോഗ സാധ്യതയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ എങ്ങനെ നമ്മുടെ വൃക്കകളുടെ ഫംഗ്ഷൻ വർദ്ധിപ്പിച്ച് നോർമലാക്കാമെന്ന് വിശദീകരിക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഏതൊക്കെ കണ്ടീഷനാണോ വൃക്കരോഗ സാധ്യതയുള്ളവർക്ക് കൂടി നിൽക്കുന്നത്, ഉദാഹരണത്തിന് അമിതവണ്ണമുണ്ടെങ്കിലോ, പ്രമേഹ രോഗമുണ്ടെങ്കിലോ, ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടെങ്കിലോ, ഇവയെ കൺട്രോൾ ചെയ്യാനുള്ള പ്രധാന മാർഗങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങളുടെ ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെതായിട്ടുള്ള മരുന്നുകൾ ശരിയായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഭക്ഷണത്തിൽ വരുത്തേണ്ട വ്യത്യാസമാണ്. സാധാരണ ആരോഗ്യമുള്ള ഒരാളിന്, നന്നായിട്ട് സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസം, പുരുഷനാണെങ്കിൽ 2300 കാലറി വരെ ഊർജ്ജം ആ ഒരു ഭക്ഷണം നമുക്ക് കഴിക്കാം. സ്ത്രീകളാണെങ്കിൽ 1800 കാലറി വരെ അവർക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. എന്നാൽ ഈ വൃക്കരോഗ സാധ്യതയുള്ളവർ അവരുടെ ഭക്ഷണത്തിൻ്റെ അളവ്, അതായത് അവരുടെ ശരീരത്തിൽ ഡെയിലി വേണ്ട ഊർജ്ജത്തിൻ്റെ അളവ് 2200 നിന്നും ഒരു 1600 അല്ലെങ്കിൽ 1700 കുറയ്ക്കണം. ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കണം. അതായത് ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 4/1 നമ്മൾ ഒഴിവാക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത്, അവർ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. ഒരുപാട് വൃക്കരോഗികൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വൃക്കരോഗ സാധ്യതയുള്ളവർ ചോദിക്കാറുണ്ട്, ഒരു ദിവസം സാധാരണ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കണമെന്ന്, ഇത്രയും കുടിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. വൃക്കരോഗികളുടെ കേസിൽ അവർക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരുടെ മൂത്രം പോകുന്നത് എത്ര എന്നുള്ള ഒരു അളവിലാണ്. നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം പ്രവർത്തിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ജലം ആവശ്യമാണ്. ഒരു ദിവസം നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രവർത്തനത്തിന് ഏകദേശം 600 ml വെള്ളം ആവശ്യമുണ്ട്. ഈ 600 ml വെള്ളവും അതോടൊപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു ദിവസം എത്ര അളവ് മൂത്രം പുറത്തു പോകുന്നോ ഇത്രയും വെള്ളം നമുക്ക് ഒരു ദിവസം ഒരു വൃക്കരോഗിക്ക് കുടിക്കാം. ഉദാഹരണത്തിന് ഒരാൾക്ക് 1.5 ലിറ്റർ മൂത്രമാണ് ഒരു ദിവസം പോകുന്നുണ്ടെങ്കിൽ അതോടൊപ്പം 600 ml കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2100 ml, അതായത് 2 ലിറ്റർ 100 ml വെള്ളം ഒരു ദിവസം കുടിക്കാവുന്നതാണ്. ഇനി ഒരാൾക്ക് 2 ലിറ്റർ മൂത്രം പോകുന്നുണ്ടെങ്കിൽ അവർക്ക് 2 ലിറ്ററും 600 ml വെള്ളം കുടിക്കാം. ഇനി ഒരാൾക്ക് 500 ml മാത്രം, അതായത് കടുത്ത വൃക്കരോഗമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ മൂത്രത്തിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം 1/2 ലിറ്റർ മൂത്രം മാത്രമാണ് പോകുന്നുണ്ടെങ്കിൽ 1/2 ലിറ്ററിനോടൊപ്പം ഈ 600 ml കൂടി കൂട്ടി 1 ലിറ്റർ 100 ml വെള്ളം അവർക്ക് കുടിക്കാം. ഇങ്ങനെയാണ് ഒരു വൃക്കരോഗമുള്ളവർക്ക് നമുക്ക് കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി വൃക്കരോഗത്തിൻ്റെ ബോർഡർ ലൈനിൽ നിൽക്കുന്നവർക്ക് പ്രോട്ടീൻ ഒരു ദിവസം എത്ര കഴിക്കാം എന്നുള്ളതാണ്. സാധാരണ ആരോഗ്യമുള്ള ഒരാൾക്ക്, ഇപ്പോൾ ഒരു 80 കിലോഗ്രാം ഭാരമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ 1 കിലോഗ്രാം ശരീരഭാരത്തിന് 1 ഗ്രാം പ്രോട്ടീൻ വെച്ച് കഴിക്കുക. അതായത് 80 കിലോഗ്രാം നമുക്ക് ഭാരമുണ്ടെങ്കിൽ നമുക്ക് ഒരു 80 ഗ്രാം വരെ പ്രോട്ടീൻ കഴിക്കാം. നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 120-140 വരെ ഗ്രാം വരെ പ്രോട്ടീൻ കഴിക്കാവുന്നതാണ്. എന്നാൽ വൃക്കരോഗമുള്ളവർ 1 കിലോഗ്രാം ശരീരഭാരത്തിന് 0.8 ഗ്രാം പ്രോട്ടീൻ മാത്രം കഴിക്കാൻ പാടുള്ളൂ. അതായത് നിങ്ങൾക്ക് വൃക്കരോഗമുണ്ടെങ്കിലോ വൃക്കരോഗത്തിൻ്റെ ബോർഡർ ലൈനിലാണെങ്കിലോ നിങ്ങളുടെ ശരീരഭാരം സപ്പോസ് 70 കിലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം പരമാവധി 40 ഗ്രാം വരെ പ്രോട്ടീൻ കഴിച്ചാൽ മതിയാകും. അത് എപ്പോഴും നല്ലത് നമ്മൾ ആനിമൽ പ്രോട്ടീൻ എടുക്കുന്നതിനേക്കാൾ വെജിറ്റബിൾ പ്രോട്ടീൻസ് ആയിരിക്കും ശരീരത്തിന് കൂടുതൽ അഭികാമ്യം. യാതൊരു കാരണവശാലും റെഡ് മീറ്റ് കഴിക്കാതിരിക്കുക. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ്, മട്ടൺ, പോർക്ക്, താറാവ് പോലുള്ള
മൃഗങ്ങളുടെ മാംസം നിർബന്ധമായിട്ടും നിങ്ങൾ ഒഴിവാക്കണം. കാരണം റെഡ് മീറ്റ് നമ്മുടെ രക്തത്തിലുള്ള യൂറിയയുടെ അളവ് വല്ലാണ്ട് വർദ്ധിപ്പിക്കുകയും ഇത് നമുക്ക് ഈ ക്രിയാറ്റിൻ രക്തത്തിൽ കൂടാൻ കാരണമാകുകയും ചെയ്യും. വൃക്കകൾക്ക് ലോഡ് ഒരുപാട് വരാൻ കാരണമാകും. അതുകൊണ്ടാണ് എപ്പോഴും നല്ലത് നിങ്ങൾ വെജിറ്റബിൾ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ പനീർ കഴിക്കാം, കൂണ് കഴിക്കാം, പയറ്, കടല, പരിപ്പ് പോലുള്ളവ നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും, ശരീരത്തിന് നല്ലതുമാണ്. ഇത് ഒരു പരിധിക്ക് മുകളിൽ പോകത്തുമില്ല. എപ്പോഴും വൃക്കരോഗ സാധ്യതയുള്ളവർ നോൺ വെജ് കൂടുതൽ കഴിക്കുന്നതിനേക്കാൾ വെജിറ്റേറിയൻ ഫുഡ് കൂടുതൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. ഇനി ഒരു ദിവസം എത്ര ഗ്രാം കൊഴുപ്പ് കഴിക്കാം എന്നുള്ളത് വിശദീകരിക്കാം. ആരോഗ്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 50 ഗ്രാം വരെ നിങ്ങൾക്ക് കൊഴുപ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. കൊഴുപ്പെന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. മുട്ടയുടെ മഞ്ഞയ്ക്കകത്ത് കൊഴുപ്പുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണകൾ കൊഴുപ്പാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഏത് ഭക്ഷണത്തിൽ നിങ്ങൾ മത്സ്യങ്ങളെല്ലാം കഴിക്കുമ്പോൾ അതിനകത്ത് കൊഴുപ്പുണ്ട്. എല്ലാ കൊഴുപ്പും ഇപ്പോൾ നോർമലി ഒരാൾക്ക് കഴിക്കുന്ന കൊഴുപ്പിൻ്റെ അളവിൻ്റെ പകുതി മാത്രമേ സാധാരണ വൃക്കരോഗമുള്ളവർ കഴിക്കാൻ പാടുള്ളൂ. ഇതും നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നതിനും വൃക്കകൾക്ക് ലോഡ് വരുന്നതിന് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി വൃക്കരോഗികൾ കഴിക്കേണ്ട ലവണങ്ങൾ, ദൈനംദിന ലവണങ്ങളുടെ അളവ് എത്രയെന്നുള്ളതാണ്. നിങ്ങൾ സാധാരണ കേട്ടിട്ടുണ്ടായിരിക്കാം, വൃക്കരോഗമുണ്ടെങ്കിൽ രക്തത്തിൽ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അളവിൽ വ്യത്യാസം വരും. നമ്മുടെ രക്തത്തിൽ ഫോസ്ഫറസ് വല്ലാണ്ട് ഉയർന്നു കഴിഞ്ഞാൽ ഇത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് താളം തെറ്റിക്കും, ഹാർട്ട് അറ്റാക്കിന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഫോസ്ഫറസിൻ്റെ അളവ് നിയന്ത്രിക്കുക, പൊട്ടാസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക, സോഡിയം ആവശ്യത്തിന് ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം സോഡിയം ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഒരു മിനിമം അളവിൽ സോഡിയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ മസിലുകൾ പ്രവർത്തിക്കത്തുള്ളൂ, നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ കോർഡിനേഷൻ നടക്കത്തുള്ളൂ. സോ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാം നമ്മുടെ പച്ചക്കറികൾക്കകത്ത് ധാരാളമായിട്ട് സോഡിയം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പച്ചക്കറികൾ കഴിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് വൃക്കരോഗമുള്ളവരോ വൃക്കരോഗ സാധ്യതയുള്ളവരോ പച്ചക്കറികൾ കഴിക്കുമ്പോൾ ഇവ ഒന്ന് വേവിച്ച് ഇവയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം കഴിക്കുക. ലീച്ചിങ് എന്നാണ് ഈ ഒരു പ്രോസസ്സ് പറയുന്നത്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ചീര, മുരിങ്ങയില പോലുള്ളവ, ധാന്യവർഗ്ഗങ്ങൾ, അതായത് പയറ്, പരിപ്പ് പോലുള്ളവയെല്ലാം ഒരു തവണ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക. കിഴങ്ങ് വർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് ചേമ്പ്, ചേന, കാച്ചിൽ, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, കൂർക്കക്കിഴങ്ങ്, മരിച്ചീനി അഥവാ കപ്പ, ബീട്രൂട്ട്, ക്യാരറ്റ് ഇവയെല്ലാം തന്നെ വേവിച്ച് ഒരു തവണ ഊറ്റിക്കളഞ്ഞതിന് ശേഷം കഴിക്കുക. അല്ലെങ്കിൽ ഇവയ്ക്കകത്തുള്ള ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് സാധാരണ കഴിക്കാൻ, പ്രത്യേകിച്ച് വെള്ളരിക്കകത്തെല്ലാം തന്നെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറവാണ്, നമുക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഇനി പഴവർഗ്ഗങ്ങൾ കഴിക്കുന്ന സമയത്ത് ഉയർന്ന പൊട്ടാസ്യം അളവുള്ളവ നമ്മൾ അവയുടെ അളവ് കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് പേർ സാധാരണ ചോദിക്കാറുള്ളതാണ് ഇളനീര്, കരിക്കിൻ്റെ വെള്ളം കുടിക്കാവോ എന്നുള്ളത്. കരിക്കിൻ്റെ വെള്ളത്തിനകത്ത് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം പെട്ടെന്ന് കൂട്ടാനുള്ള അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം ഈ വൃക്കരോഗ ഉള്ളവർ കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പൊട്ടാസ്യം വല്ലാണ്ട് വർദ്ധിപ്പിക്കാൻ കാരണമാകാറുണ്ട്. ഇനി നിങ്ങൾ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്ന സമയത്ത് ഉയർന്ന പൊട്ടാസ്യം അളവുള്ള പഴവർഗ്ഗങ്ങൾ ഒന്ന് അളവ് കുറച്ചു പോവുക, ഇല്ലെങ്കിൽ ഒഴിവാക്കി പോവുക. ഓറഞ്ച്, മൊസംബി പോലുള്ള സിട്രസ് ഫ്രൂട്ട്സ്, സപ്പോട്ട പോലുള്ളവ, ഏത്തപ്പഴം പോലുള്ളവയ്ക്കകത്ത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ഏത്തപ്പഴമൊക്കെ നമ്മൾ പുഴുങ്ങിക്കഴിഞ്ഞാൽ ഇവയ്ക്കകത്തുള്ള പൊട്ടാസ്യം കുറേ നമുക്ക് വെള്ളത്തിലൂടെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ നമ്മൾ വൃക്കരോഗമുള്ളവർക്ക് പുഴുങ്ങിയ ഏത്തപ്പഴം കഴിക്കാം എന്ന് പറയുന്നത്. ആപ്പിൾ, പൈനാപ്പിൾ, പേരയ്ക്ക പോലുള്ള ഫലവർഗ്ഗങ്ങൾക്കകത്ത് പൊട്ടാസ്യത്തിൻ്റെ അളവ് താരതമ്യേന കുറവാണ്. ഇവ അത്യാവശ്യം വൃക്കരോഗമുള്ളവർക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഉപ്പിൻ്റെ അളവ് ഒരു ദിവസം എത്ര കഴിക്കാമെന്ന് സംശയിക്കുന്നവരുണ്ട്. സാധാരണ ഉപ്പ് നിങ്ങൾക്കറിയാം, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് നമ്മൾ നന്നായിട്ട് കുറയ്ക്കണം എന്ന് പറയും. നമ്മൾ സാധാരണ ഭക്ഷണത്തിൽ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവ് മാത്രമല്ല കേട്ടോ, നമ്മൾ ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന ഈ വറവരി ഭക്ഷണങ്ങളില്ലേ, ഇവയ്ക്കകത്തെല്ലാം തന്നെ അവയ്ക്ക് രുചി വേണം എന്നുണ്ടെങ്കിൽ അവയ്ക്കകത്ത് മേജർ കണ്ടന്റ് ഉപ്പാണ്. ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഉപ്പിൻ്റെ അളവ് ഓൾ ടുഗദർ നിയന്ത്രിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആരോഗ്യമുള്ള ഒരാളിന്, രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലുള്ള ഒരാൾക്ക് ഒരു ദിവസം പരമാവധി 12 മുതൽ 15 ഗ്രാം വരെ ഉപ്പ് കഴിക്കാം. എന്നാൽ വൃക്കരോഗമുള്ളവർക്ക് ഉപ്പിൻ്റെ അളവ് എപ്പോഴും ഒരു 4 ഗ്രാമിന് താഴേക്ക് ഒരു ദിവസത്തെ അളവ് നിയന്ത്രിച്ച് നിർത്തണം. ഇതിന് നല്ലത് നമ്മൾ ഉപ്പില്ലാതെ പാകം ചെയ്തതിന് ശേഷം ഈ വൃക്ക പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടി ഭക്ഷണം മാറ്റിവെക്കുക, എന്നിട്ട് ബാക്കിയുള്ളവർ ആവശ്യത്തിന് ഉപ്പിട്ട് കഴിക്കുക. ഈ ഒരു രീതി ശീലിച്ചാൽ മാത്രമേ നമുക്ക് സോഡിയത്തിൻ്റെ, ഉപ്പിൻ്റെ അളവ് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കത്തുള്ളൂ. ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ഭക്ഷണത്തിൻ്റെ നിയന്ത്രണത്തോടൊപ്പം തന്നെ അവർക്ക് വരുന്ന ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ, പ്രത്യേകിച്ച് പ്രമേഹം,
രക്തസമ്മർദ്ദം, അമിതവണ്ണം, യൂറിക് ആസിഡ് പോലുള്ളവ കർശനമായിട്ട് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് വൃക്കകളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കാം. വൃക്കകളുടെ എഫിഷ്യൻസി 3 ഇരട്ടി വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇതോടൊപ്പം ലഘുവായിട്ടുള്ള വ്യായാമങ്ങളും നിർബന്ധമായിട്ട് ചെയ്യണം. ചിട്ടയായിട്ടുള്ള ഒരു ജീവിതചര്യയും ഉറക്കവും അത്യാവശ്യമാണ്. എങ്കിൽ നിങ്ങളുടെ വൃക്കകൾക്ക് ഒരല്പം പ്രശ്നമുണ്ടെങ്കിലും വൃക്കകളുടെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. ഇന്ന് വൃക്കരോഗികൾ വർദ്ധിച്ചു വരുന്ന നമ്മുടെ സമൂഹത്തിൽ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.